മലമ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടെ യു.ഡി.എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. CPM-നോടുള്ള ഒരു മനമെടുത്തിട്ടാണ് പോകുന്നത്. കാരണം പാർട്ടിന്ന് പുറത്താക്കിയതാ. ഒട്ടേറെ തവണ പാർട്ടിയെ സമീപിച്ചു, പക്ഷെ പാർട്ടി അപ്പോഴൊന്നും ചെവിക്കൊള്ളുന്ന പ്രശ്നമില്ല. അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ്. അയാൾ പുറത്തു പോയി. അതുകൊണ്ട് എന്തായും പാർട്ടി ഒരു നിരവധി സന്ദർഭങ്ങളിൽ പലയാളെയും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയാ ഞാൻ എന്താ എടുക്കാതെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി ഒരു വിവാദവും ഇല്ല, ഒറ്റ വിവാദവും ഇല്ല, ഒരു വിവാദത്തിന്റെ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറെ കാലമായി പുറത്താക്കിയിട്ട്. ഇനിയിപ്പോ അതിന്റെ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ. അല്ല, അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ആഗ്രഹിച്ചുകൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരില്ല. ഭയങ്കരമായിട്ട് വിശദീകരിച്ചല്ലേ അടങ്ങുള്ളൂ. അല്ലെങ്കിൽ വിശദീകരിച്ചില്ല ശരിയാവില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരു കേരളത്തെ സംബന്ധിച്ച് അയാൾ എന്തൊക്കെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, പത്രക്കാരോടും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പാർട്ടി സംഘടനാപരമായ ഒരു കാര്യമല്ലേ. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് 12 വർഷത്തിനിടയ്ക്ക് 100 തവണ സംസ്ഥാന സെക്രട്ടറിക്കും 1 തവണ ജില്ലാ സെക്രട്ടറിക്ക് അപ്പീൽ തന്നു. 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നുമില്ല. ഇപ്പൊ പ്രാവശ്യമല്ലേ പറയുന്നത്. 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും കാര്യമില്ല. പാർട്ടി സംഘടനാപരമായിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. പുറത്താക്കിയത് തന്നെ. അതുകൊണ്ട് ഓരോരാൾ തരുന്ന കത്തിനനുസരിച്ചിട്ടാണോ കഴിഞ്ഞ നിലപാട് സ്വീകരിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ബാധ്യത? സുരേഷ് പറയുന്നത് അദ്ദേഹത്തിനൊപ്പം പുറത്താക്കിയ ആളുകളൊക്കെ തിരിച്ചെടുത്തു. അത് ചിലപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ടാവും. പുറത്താക്കിയ എല്ലാവരെയും ഒരേപോലെ പുറത്താക്കലല്ല. എല്ലാം മെറിറ്റ് അനുസരിച്ചിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കില്ല ആവുന്നുണ്ടോ ഇല്ലയോ. അദ്ദേഹം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവരൊന്നും പാർട്ടി മെമ്പർമാരോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നും അല്ലല്ലോ. ഞങ്ങൾ പല ആളുകളെയും പൊതുവായ വേദിയിൽ സഹകരിപ്പിക്കാറുണ്ട്. പാർട്ടി മെമ്പർഷിപ്പ് നോക്കിയിട്ടൊന്നുമല്ല. പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതെ വരെ തന്നെ ഞങ്ങൾ പല വേദിയിലും സഹകരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല സ്ഥാനങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നം വെച്ച് ചിലർ ഞങ്ങളുമായിട്ട് പിണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ട നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഉണങ്ങിയേ പോകുന്നുള്ളൂ. പറഞ്ഞാൽ അവരങ്ങ് പോകും. അതിൽ വേറെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. അത്ര കണ്ടാൽ മതി. നിങ്ങൾക്കല്ലേ ഏത് പത്ര നിങ്ങൾ ചോദ്യം ചോദിക്കാൻ അറിയയില്ല. ഏത് പത്ര? പിന്നെ ജനം ഇതിനപ്പുറത്ത് വരെ പറഞ്ഞിട്ട് കാര്യം.